ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലെ? രേണുവിന്റെ പുതിയൊരു ആൽബം വരാൻ പോവാണ്. ആ ഒരു ആൽബത്തിലെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് നായകൻ, അതായത് രേണുവിനെ എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്ന ഒരു സീനാണ്. ഈ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു നായകൻ ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് അതെല്ലാവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രേണുവിന് പുള്ളി പിടിച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയാ, ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ട്. അപ്പോ ആ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴത്തേക്കും രേണു ഇങ്ങനെ ആ പുള്ളി പിടിച്ചിരിക്കുന്നതിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ സത്യം എന്താ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറ വീഡിയോ എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് സൂം ചെയ്ത് അവസാനം കാണിക്കുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, രേണു സുധി എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ്. രേണുവിനെ അറിയാത്തായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ രേണു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ 2 മക്കളുണ്ട്, കുടുംബം ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ ഈ ഒരു അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഈ നായകന്മാരൊക്കെ ഉണ്ടാവാം. ഇപ്പൊ ഉദാഹരണത്തിന് പ്രതീഷ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഈ പറയുന്ന രേണുവിന്റെ കൂടെ അഭിനയിക്കുന്നത് എന്താ പറയാ, നല്ല രീതിയിലൊക്കെ അഭിനയിക്കും. പക്ഷെ ഈ ഒരു നായകൻ പിടിച്ചിരിക്കുന്ന ആ ഒരു ഇത് രേണുവിന് അത്ര ഒരു കംഫർട്ട് അല്ലാന്ന് തോന്നുന്നു. അത് കറക്റ്റ് ആ വീഡിയോ എടുത്തിരിക്കുന്ന ആള് ആ ഒരു ലാസ്റ്റ് ഭാഗം ഇങ്ങനെ പുള്ളി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ എന്തോ ഒരു രേണുവിന് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ, പല ആൾക്കാർക്കും നല്ല രീതിയിൽ രേണുവിനെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവാം. എല്ലാരും അതുപോലെ ആയിരിക്കണമെന്നൊന്നുമില്ല. രേണു ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഇതുപോലെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ മുതലെടുക്കാനും ചാൻസ് ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ രേണു കൂടുതൽ ശ്രദ്ധിക്കണം. എന്താ പറയാ, ഞാൻ പല കാര്യങ്ങളിലും രേണുവിനെ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. സത്യമാണ്, വിമർശിക്കേണ്ട ആവശ്യം വന്നാൽ വിമർശിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് രേണുവിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും രേണു വല്ലാതെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ, ആ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം പല ആൾക്കാർക്കും രേണു ഒരു കണ്ടന്റ് ആണ്, എനിക്ക് ഉൾപ്പെടെ ഒരു കണ്ടന്റ് ആണ്. കാരണം നമ്മുടെ ഈ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് രേണുവിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല റീച്ചാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയില് രേണു ആണ് മിക്ക ആൾക്കാരുടെയും കണ്ടന്റ്. അപ്പൊ ഈ ആൽബം ഷൂട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ ആൽബം എടുക്കുന്ന ആൾക്കാരും ഈ ആൽബത്തിനൊക്കെ നല്ല ഒരു റീച്ച് വരണം, അല്ലെങ്കിൽ ഈ ആൽബം ഒക്കെ ഹിറ്റ് ആണോ എന്ന് ആഗ്രഹിക്കുന്നവരാ. അതും പ്രത്യേകിച്ച് രേണുവിനെ പോലെ ഒരാൾ അഭിനയിക്കുമ്പോഴത്തേക്കും അത് ഹിറ്റ് ആവും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ ഇവിടെ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ആ പുള്ളി പിടിച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ അത്ര ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അത് കറക്റ്റ് ആ ഒരു ക്യാമറാമാൻ ആ ഭാഗം കറക്റ്റ് ആയിട്ട് സൂം ചെയ്ത് എടുത്തിട്ടുമുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കൂടെ ആരെങ്കിലും കൂടെയൊക്കെ കൂട്ടുക. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. എനിക്ക് തോന്നുന്നു രേണു തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, ഷൂട്ടിങ്ങിനും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നൊക്കെ രേണു പറയാറുണ്ട്. എല്ലാ ആൾക്കാരും നല്ലതാവണമെന്നില്ല. നമ്മളുടെ മുന്നിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതുപോലുള്ളവരൊക്കെ എന്താ പറയാ, മുതലെടുക്കും. ഇതൊരിക്കലും എന്താ പറയാ, അവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഭിനയ രംഗത്തേക്ക് ഇറങ്ങി ഒരുപാട് കേൾക്കുന്നുണ്ട് രേണു. കാരണം പകുതിയൊക്കെ രേണുവിന്റെ കയ്യിലിരിപ്പുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലെ ചില പ്രഹസനങ്ങളെ കാണിക്കുമ്പോൾ ആൾക്കാർ അത് വിമർശിക്കും. പക്ഷെ ഇപ്പൊ ഈ രേണുവിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ഒരു സ്ത്രീ അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കുടുംബവും മക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ കൂടെ അഭിനയിക്കുന്നവരായിക്കോട്ടെ, അല്ലെ കൂടെ നിൽക്കുന്നവരെല്ലാവരും നല്ല മനസ്സോടുകൂടി നിൽക്കുന്ന ആൾക്കാരാകത്തില്ല. പലരും മുതലെടുപ്പുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ഈ നായകന്റെ ആ ഒരു ടച്ചിങ് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തായാലും എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഒരു ക്യാമറാമാൻ കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് രേണു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന ആ ഒരു ഭാഗം ഉൾപ്പെടെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്കിത് കണ്ടിട്ട് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത്? അത് ഇനി എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയത്? എല്ലാരെയും ഒന്നും വിശ്വസിക്കരുത്. നല്ല ആൾക്കാരും ഉണ്ടാകാം, എങ്കിൽ മനസ്സിൽ വൃത്തികെട്ട ഒരു ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ടാകാം. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അതാണ്. പ്രത്യേകിച്ച് രേണു ഭർത്താവ് മരിച്ചു പോയതാണ്, ഒറ്റയ്ക്കാണ് എല്ലായിടത്തും, ഷൂട്ടിംഗ് ലൊക്കേഷനും എല്ലാത്തിനും ഒറ്റയ്ക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം രേണു ഇപ്പൊ ഇങ്ങനെ ഒരു ഹിറ്റായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പല ആൾക്കാരും മുതലെടുക്കാൻ ശ്രമിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക.